നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ദൂരദർശനിലെ ന്യൂസ് റീഡറായിരുന്ന സരള മഹേശ്വരി അന്തരിച്ചത്. ഡൽഹി ദൂരദർശൻ 1982 സാറ്റലൈറ്റ് വഴി ഉള്ള പ്രക്ഷേപണം ആരംഭിച്ചത്. അതോടുകൂടിയാണ് ഇന്ത്യയിലെ എല്ലാ വീടുകളിലും TV ഒരു അവിഭാജ്യ ഘടകമായത്. ആ സമയത്ത് തന്നെയാണ് കളർ ടെലിവിഷനും വന്നത്. ഇന്നത്തെ വിശേഷം അതിനെ പറ്റിയൊക്കെയാണ്. അന്തരിച്ച ന്യൂസ് റീഡർ സരള മഹേശ്വരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങാം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. 1982 ഇന്ത്യയിൽ സാറ്റലൈറ്റ് വഴി TV പ്രക്ഷേപണം ആരംഭിച്ചത്. അതോടുകൂടി TV എന്നത് ഒരു സാധാരണ ഉപകരണമായി എല്ലാ വീടുകളിലും. വീടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിലായി ഉയർന്നു നിൽക്കുന്ന TV ആൻറ്റിന ഒരു കമ്പിയുടെ മുകളിൽ ദീർഘചതുരാകൃതിയിൽ പലവിധ കമ്പികൾ തലങ്ങും വിലങ്ങുമായി വെച്ച ഒരു സാധനം, അതാണ് ആൻറ്റിന. ഈ ആൻറ്റിനയാണ് സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽ പിടിച്ചെടുത്തത്. അപ്പോൾ ഈ നീളമുള്ള കമ്പി വീടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നത് എല്ലാ വീട്ടുകാരുടെയും അഭിമാന ഘടകമായി മാറി. വഴിയെ പോകുന്നവരാണെങ്കിൽ കൂടെ ഒരു വീട്ടിലേക്ക് നോക്കുമ്പോൾ വീടിൻ്റെ മുകളിൽ ആൻറ്റിന ഉണ്ടോ എന്നാണ് നോട്ടം. ആൻറ്റിന ഉള്ള വീടാണെങ്കിൽ ആ വീട്ടിൽ TV ഉണ്ട്, അത് കാശുള്ള വീട്ടുകാരാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇന്ത്യയിൽ. ആദ്യകാലങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ് വന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണെങ്കിൽ തന്നെ അത് കാണുവാൻ വേണ്ടി ധാരാളം കാഴ്ചക്കാർ ഉണ്ടായിരുന്നു. ഇന്നത്തെ സിനിമ തിയേറ്റർ പോലെ TV ഉള്ള വീട്ടിൽ സിനിമ കാണാൻ എത്തുന്നത് പോലെ പ്രക്ഷേപണം തുടങ്ങുന്ന സമയമാകുമ്പോൾ അയൽവാസികൾ എല്ലാവരും ഒത്തുകൂടും. അവിടുത്തെ സ്വീകരണ മുറി ഒരു സിനിമ തിയേറ്റർ പോലെ ആകും. തറയിലും ഇരിപ്പിടം ഉള്ള കസേരകളിലും കട്ടിലും അല്ലെങ്കിൽ തറയിലും അങ്ങനെയായി സ്വീകരണ മുറി നിറയെ ആൾക്കാരെ കൊണ്ട് നിറയും. അന്നത്തെ കാലത്ത്, തുടക്കകാലത്ത് ഡൽഹിയിൽ നിന്നുള്ള സംരക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുതന്നെ ഇന്നത്തെ പോലെ 24 മണിക്കൂറും ഉണ്ടായിരുന്നില്ല. ഡൽഹി ദൂരദർശൻ മാത്രമായി. അത് വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോഴാണ് തുടങ്ങുക. 7 മണിക്ക് സാധാരണയായി ഡൽഹിയിൽ നിന്നുള്ള ന്യൂസ് പ്രക്ഷേപണത്തോടെയാണ് തുടങ്ങുക. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി ന്യൂസ് പ്രക്ഷേപണം ഉണ്ടാകും. ആ കാലങ്ങളിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി ധാരാളമായി പ്രധാനപ്പെട്ട ആൾക്കാർ, ന്യൂസ് റീഡർമാർ, ആണുങ്ങളും പെണ്ണുങ്ങളുമായി ഉണ്ടായിരുന്നു. അതിൽ ഉണ്ടായിരുന്ന ഒരു പ്രശസ്തയായ ഹിന്ദി ന്യൂസ് റീഡറാണ് അന്തരിച്ചു പോയ സരള മഹേശ്വരി. അങ്ങനെയുള്ള ന്യൂസ് റീഡർമാർ ഇന്നത്തെ കാലത്തെ നമ്മളുടെ TV-യിലെ സിനിമ നടന്മാരെയും സിനിമ നടിമാരെയും പോലെ പ്രാധാന്യത്തോടെ TV-യിൽ വന്ന് മുഖം കാണിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് പ്രാദേശിക ചാനലുകൾ തുടങ്ങിയത്. മലയാളം അടക്കം ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും റീജിയണൽ ലാംഗ്വേജിൽ ചാനലുകൾ ആരംഭിച്ചു. അത് വളരെയേറെ കാലം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇതും കഴിഞ്ഞിട്ടാണ് കളർ ടെലിവിഷൻ വന്നത്. കളർ ടെലിവിഷൻ വന്ന സമയത്ത് ഉണ്ടായ കൗതുകകരമായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കളർ ടെലിവിഷൻ എല്ലാ വീട്ടുകാർക്കും വാങ്ങിക്കുവാൻ ഉള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. കാരണം കളർ ടെലിവിഷന് വില കൂടുതലായിരുന്നു. അപ്പോൾ സാമ്പത്തിക ശേഷി കൂടുതലുള്ള ആൾക്കാർ മാത്രമേ ഈ കളർ ടെലിവിഷൻ വാങ്ങിക്കാറുള്ളൂ. ഞാൻ കളർ ടെലിവിഷൻ കണ്ടത് മുംബൈയിലെ താമസത്തിന് ഇടയിലാണ്. മുംബൈയിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ
തൊട്ടു എതിർവശത്തുള്ള ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നവർക്ക് കളർ ടെലിവിഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ സ്വന്തം ഫ്ലാറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണ്. അപ്പോൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് പ്രക്ഷേപണം ആരംഭിക്കുക. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കാണുന്ന സമയം അങ്ങേപ്പുറത്തെ ഫ്ലാറ്റിൽ നേരെ ഓപ്പോസിറ്റായി ഉള്ള ഫ്ലാറ്റിൽ കളർ ടെലിവിഷനാണ് അവർക്കുള്ളത്. അവിടെയും ടെലിവിഷൻ വയ്ക്കും. രാത്രി കുറേ അധികം വൈകുന്നത് വരെയും ജനലുകൾ തുറന്നിടുന്നതിനാൽ ജനലിൽ കൂടെ അങ്ങപ്പുറം നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്വീകരണ മുറിയിലെ നേരെ ടി വിയാണ് കാണുക. അപ്പോൾ ഇങ്ങേപ്പുറം ഇരുന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നതോടൊപ്പം തന്നെ കൂടുതൽ സമയവും തല തിരിഞ്ഞ് പുറകുവശത്തേക്കാണ് നോക്കുക. തല തിരിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേപ്പുറം കളർ ടെലിവിഷൻ ആണ് കാണുക. അപ്പോൾ ഇവിടെ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന സംഗതി തന്നെ തല തിരിച്ച് കളർ ടെലിവിഷനിലും നോക്കാറ് പതിവുണ്ടായിരുന്നു. എന്ത് ഭംഗിയാണ് കളർ ടെലിവിഷനിൽ കാണുവാൻ വേണ്ടിയിട്ട്. പലതരം നിറങ്ങൾ, പച്ചയും മഞ്ഞയും ചുവപ്പും നീലയും വയലറ്റും, അങ്ങനെ പല വിധത്തിലുള്ള നിറങ്ങളിൽ ഉള്ള ഒരു ഫോട്ടോ, ഒരു സ്റ്റിൽ ഫോട്ടോ കാണുന്നത് പോലെയല്ല നിറങ്ങളുടെ ഒരു ചാഞ്ചാട്ടമായി ഈ സ്ക്രീനിൽ ചലിക്കുന്ന ചിത്രങ്ങൾ കാണുക. അത് വളരെയധികം മനോഹരമാണ്. അങ്ങനെ ഇതിൻ്റെ തുടക്ക സമയത്ത് ദൂരദർശൻ്റെ ന്യൂസ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് അവരുടെ മ്യൂസിക്കോടുകൂടി അതിൻ്റെ ലോഗോ വരുന്ന ഒരു വരവുണ്ട്. അത് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ്. പല നിറങ്ങളിൽ, പല ഡിസൈനുകളിൽ ഭൂഗോളവും മറ്റും അതിൻ്റെ ലോഗോയും ദൂരദർശൻ എന്നുള്ള എഴുതി വെച്ചതും ഇതെല്ലാം കറങ്ങി തിരിഞ്ഞും പല ഡിറക്ഷനിലും പല തരത്തിലും പല ഡിസൈനുകളിലും മാറി 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 മിന്നി വരും. പല നിറങ്ങളിൽ നിറഞ്ഞു വരുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ കണ്ണെടുക്കാതെ അത് തന്നെ നോക്കിയിരിക്കാൻ തോന്നും. പക്ഷെ എപ്പോഴും തല തിരിഞ്ഞ് ഇരിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് കഴുത്ത് വേദനിക്കുമ്പോൾ തല നേരെ വെച്ച് മുന്നിലിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ നോക്കും. ഇങ്ങനെയായിരുന്നു കുറേ അധികം കാലം. അപ്പോൾ രാത്രി ഇച്ചിരി ഇരുട്ടുന്ന സമയമാകുമ്പോൾ മറ്റേ വീട്ടുകാരും അവരുടെ ജനലും ഒക്കെ അടയ്ക്കും. ആ ജനൽ അടയ്ക്കുന്ന സമയം വരെ എൻ്റെ തല മുന്നോട്ടും പിറകോട്ടുമായി ചലിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെയായിരുന്നു കളർ ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നത്. അതും കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ കളർ ടെലിവിഷൻ വാങ്ങിയത്. ഈ കളർ ടെലിവിഷൻ തുടങ്ങിയ സമയത്തായിരുന്നു പ്രശസ്തമായ 2 സീരിയലുകൾ ഇത് ഉണ്ടായത്. കേരളത്തിലല്ല, ഇന്ത്യയിൽ ഉണ്ടായത് മഹാഭാരതവും രാമായണവും. മഹാഭാരതം, രാമായണം എന്നീ 2 സീരിയലുകൾ കളർ ടെലിവിഷനിൽ കാണുവാൻ വളരെ മനോഹരമായിരുന്നു. വളരെ എന്ന് പറഞ്ഞാൽ പോരാ, വളരെ മനോഹരം. പണ്ടത്തെ രാജാക്കന്മാരുടെ വേഷവിധാനങ്ങളും അതോടൊപ്പം രാജകൊട്ടാരങ്ങളും ധാരാളമായുള്ള ആൾക്കാരും ഇവരുടെ പലതരത്തിലുള്ള വേഷവിധാനങ്ങളും ഒരു രാജകുമാരിയും സീതാദേവിയെ ഒക്കെ ഒരുങ്ങിയിരിക്കുന്നതിനെ കാണുവാൻ എന്ന് പറഞ്ഞാൽ എന്ത് ചന്തമാണ്. അത് കളറിൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനോഹരമായ കാഴ്ച തന്നെയാണ്. പക്ഷേ ഈ സീരിയലുകൾ രണ്ടും എനിക്ക് കളറിൽ കാണുവാൻ ഞാൻ വളരെ അധികം കാലം കാത്തിരിക്കേണ്ടി വന്നു. കാരണം എൻ്റെ വീട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ സീരിയലുകൾ മൊത്തം കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അത് കഴിഞ്ഞ് കുറേയധികം കാലം കഴിഞ്ഞിട്ട് ഒരു ബന്ധു വീട്ടിൽ ഒരു പ്രാവശ്യം പോയി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ കളർ ടി വിയിൽ ഈ സീരിയൽ ഞാൻ കണ്ടത്. അത് ഞാൻ തിരികെ പോരാൻ നേരമായിരുന്നു. അങ്ങനെ കളറിൽ ഈ സീരിയൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് ടി വി വെച്ച് സീരിയൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു. അത് മാത്രമാണ് ഞാൻ കളറിൽ സീരിയൽ കണ്ടത്. അത് എനിക്ക് ഒരു കളർ ടി വി ഒക്കെ വീട്ടിൽ വാങ്ങിക്കുന്ന സമയമായപ്പോൾ ഈ സീരിയലുകൾ അവസാനിച്ച് പോയിരുന്നു. അങ്ങനെയാണ് കളർ ടി വിയുടെ കാലഘട്ടം വന്നത്. ഇപ്പോൾ അത് മാറി എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണായി.
കളറിൽ കാണുക എന്ന് പറയുന്നത് ഒരു പുതുമയില്ലാതെ ആയിരിക്കുന്നു ഇപ്പോൾ മൊബൈൽ ടി വിയിൽ കാണുമ്പോൾ. മൊബൈൽ കയ്യിൽ വെച്ച് നേരത്തെ ഒരു സിനിമാ കൊട്ടകയിൽ ഇരുന്ന് തറയിലിരുന്ന് എല്ലാവരും കാണുന്നത് പോലെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ കയ്യിൽ വെച്ചുകൊണ്ട് എവിടെയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരുന്ന് ഇത് എല്ലാം വീഡിയോ എല്ലാം കളറിൽ കാണുവാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ടെക്നോളജി പുരോഗമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം സുഖ സൗകര്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നത്. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.